ഹായ് ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? അപ്പോൾ നമുക്കിന്ന് നല്ലൊരു സോയ ചങ്ക്സ് കറി തയ്യാറാക്കിയാലോ. നോൺ വെജിൻ്റെ രുചിയിലുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നൊരു റെസിപ്പി. അപ്പോൾ നമുക്ക് സോയ ചങ്ക്സ് തയ്യാറാക്കാനായിട്ട് ആദ്യം നമുക്ക് സോയ ചങ്ക്സ് ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഞാൻ അതിനായിട്ട് ഒരല്പം വെള്ളം എടുത്തൊരു പാത്രത്തിൽ ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഉപ്പും 1 കപ്പ് സോയ ചങ്ക്സും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ സോയ ചങ്ക്സ് ഈ വെള്ളത്തിലിരുന്ന് ഒരു 2-3 മിനിറ്റ് വെള്ളത്തിൽ കിടന്നൊന്ന് തിളയ്ക്കുമ്പോൾ അതൊന്ന് സോഫ്റ്റായിട്ട് വെന്ത് വരും കേട്ടോ. അത്രയും നേരം നമ്മൾ ഈ വെള്ളത്തിലിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ സോയയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഈ വെള്ളത്തിലേക്ക് തന്നെ ചേർത്ത് കൊടുക്കുക. ഇപ്പം നോക്കി ഒരു 4 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ സോയ ചങ്ക്സ് നന്നായിട്ടൊന്ന് വീർത്ത് വന്നിട്ടുണ്ട്, നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇത് നമുക്കിനി ഒരു സ്ട്രെയിനിലോട്ട് അരിച്ചെടുക്കാം. ഇനി അതിലേക്ക് ഒരല്പം തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ സോയ ചങ്ക്സ് ഒന്ന് തണുത്ത് വരും കേട്ടോ, അതിന് വേണ്ടിയിട്ടാണ്. ഇനിയിപ്പോൾ ഈ സോയ ചങ്ക്സിലുള്ള വെള്ളം മുഴുവൻ നമുക്ക് പിഴിഞ്ഞെടുക്കണം കേട്ടോ. ഇത് നമ്മൾ വെള്ളത്തിലിട്ട് തിളപ്പിക്കുമ്പോൾ അതിനുള്ളിലേക്ക് ധാരാളം വെള്ളം കയറിയിട്ടുണ്ടാവും. അതൊന്ന് പിഴിഞ്ഞ് മാറ്റിയാൽ മാത്രമേ നമ്മുടെ കറിയിലേക്ക്, അതായത് നമ്മുടെ സോയ ചങ്ക്സിലേക്ക് മസാലകളൊക്കെ പിടിക്കത്തുള്ളൂ. അപ്പോൾ ഇതൊന്ന് തണുത്തതിന് ശേഷം ഇതുപോലെ കൈകൊണ്ടൊന്ന് പിഴിഞ്ഞ് മാറ്റുക. ഇനിയിപ്പോൾ ഒരു ചീനച്ചട്ടിയിൽ ഞാനൊരു 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ തീ ഒന്ന് കുറച്ച് വയ്ക്കുക. എന്നിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ വെള്ളത്തിൽ നിന്ന് പിഴിഞ്ഞെടുത്ത് വെച്ചിരിക്കുന്ന സോയ ചങ്ക്സ് കഷ്ണങ്ങളോടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതിൽ നമ്മൾ ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല, കാരണം നമ്മൾ സോയ വേവിക്കുമ്പോൾ ഉപ്പ് ചേർത്തിരുന്നു. ഇനി ഈ മുളക് പൊടിയിലും മഞ്ഞൾപ്പൊടിയിലും കിടന്ന് ഈ സോയ ചങ്ക്സ് നന്നായിട്ടൊന്ന് വഴണ്ട് വരണം കേട്ടോ. അപ്പോൾ ഈ പൊടികളെല്ലാം ഇതിനുള്ളിലേക്ക് പിടിച്ചിട്ട് ചങ്ക്സ് ഒന്ന് ചെറുതായിട്ട് മൂത്ത് വരണം. അതുവരെയിൽ ഒരു 2-3 മിനിറ്റ് നമ്മൾ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. അതേ നോക്കി ഇപ്പം നമ്മുടെ പൊടികളൊക്കെ അതിലേക്ക് പിടിച്ചിട്ട് നമ്മുടെ സോയ ചങ്ക്സ് ഒരല്പം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഈ രീതിയിൽ നമ്മളൊന്ന് ചെയ്തെടുക്കുമ്പോൾ നമ്മുടെ സോയ ചങ്ക്സ് കറിയാക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഇതിൽ മസാലകളൊക്കെ നന്നായിട്ട് പിടിച്ചിരിക്കും. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാണ്ട് ചെയ്യണം കേട്ടോ. ഇനിയിപ്പോൾ ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഇതേ പാത്രത്തിൽ തന്നെ നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ കൂടെ എണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഈ എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് 1 സ്പൂൺ ബട്ടറും നമുക്ക് ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ 1 ടീസ്പൂൺ പെരിഞ്ജീരകം, 1 സ്റ്റാർ അനീസ്, പിന്നെ 1 ബേ ലീഫും 1 ചെറിയ കഷ്ണം പട്ടയും 1 ഏലക്കായും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ബട്ടർ ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ഈ കറിയിൽ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഉണ്ടെങ്കിൽ ചേർക്കുക, ഇല്ലെങ്കിൽ കുഴപ്പമില്ല. ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് 2 വലിയ സവാള ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞതും ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി നമ്മുടെ ഈ സവാള നന്നായിട്ടൊന്ന് വഴണ്ട് അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരണം. അതുവരെയും നമ്മളൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. അപ്പോൾ ഈ സവാള പെട്ടെന്നൊന്ന് വഴണ്ട് വരാനായിട്ട് നമുക്കതിലേക്ക് ഒരല്പം ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇതൊരു ഏതാണ്ട് 5 മിനിറ്റോളം സമയം എടുക്കും കേട്ടോ. അപ്പോഴേ നമ്മുടെ സവാള നന്നായിട്ട് വഴണ്ട് വരത്തുള്ളൂ. ഇതേ നോക്കി ഇപ്പം നന്നായിട്ട് കളറൊക്കെ മാറി സവാള ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെയും പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്, ഞാനിപ്പോൾ ഇവിടെ ഒരു 2 മീഡിയം സൈസ് തക്കാളി എടുത്ത് മിക്സിയിൽ അരച്ച് വെച്ചിട്ടുണ്ട്, അതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പം ഞാൻ തൈര് ചേർക്കാനുള്ളത് കൊണ്ടാണ് 2 തക്കാളി ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പം നിങ്ങൾ തൈര് ചേർക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു 3 തക്കാളി വരെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇതുപോലെ അരച്ച് ചേർത്താൽ മതിയാവും. ഇനി ഈ തക്കാളി ഒന്ന് വെന്ത് വരണം. ഏതാണ്ട് ഒരു 5 മിനിറ്റോളം സമയം എടുക്കും കേട്ടോ ഇത് വെന്ത് വരാനായിട്ട്. അപ്പോൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 2 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, ഇതോടൊപ്പം തന്നെ ഒരു 1/2 ടീസ്പൂൺ ജീരകപ്പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതോടൊപ്പം 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇനി ഈ പൊടികളുടെ എല്ലാം പച്ചമണം മാറി വരുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഏതാണ്ട് ഒരു 2-3 മിനിറ്റിനുള്ളിൽ തന്നെ നമ്മുടെ പൊടികളൊക്കെ ഒന്ന് മൂത്ത് വരും കേട്ടോ. ഇനിയിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരല്പം പുതിനയിലയും മല്ലിയിലയാണ്. ഈ പുതിനയിലയും മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ഈ സോയ ചങ്ക്സ് കറിക്ക് നല്ലൊരു മണം ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇത് ഉണ്ടെങ്കിൽ ചേർക്കുക തന്നെ വേണം. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഈ പൊടികളുടെയൊക്കെ പച്ചമണമൊക്കെ ഒന്ന് മാറി ഈ അരപ്പൊന്ന് നന്നായിട്ടൊന്ന് കുക്കായിട്ട് വരണം കേട്ടോ. ഇത് നോക്കി ഇപ്പം നമ്മുടെ
ഗ്രേവി വന്നിട്ട് നന്നായിട്ടൊന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ഇതിലേക്കൊരു 1/4 കപ്പ് തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊട്ടും പുളിയില്ലാത്ത തൈരാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി തൈരില്ലെങ്കിൽ ഫ്രഷ് ക്രീം ഉണ്ടെങ്കിൽ അതായാലും മതിയാവും. ഞാനിപ്പോൾ ഇവിടെ തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് നന്നായിട്ട് നമ്മുടെ ഈ മസാല കൂട്ടിലേക്ക് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്ത് എണ്ണ തെളിയുന്നിടം വരെയും നമുക്കൊന്ന് വേവിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. ഇതേ രീതിയിൽ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഏതാണ്ട് ഒരു 5 മിനിറ്റ് സമയം കൊണ്ട് തന്നെ നമ്മുടെ ഈ മസാലകളെല്ലാം നന്നായിട്ട് കുക്കായി വരും. എണ്ണ തെളിഞ്ഞ് വരുന്നൊരു പാകം വരെ കുക്ക് ചെയ്തെടുക്കുക. ഇത് നോക്കി ഇപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഒരു 5 മിനിറ്റോളം ഇളക്കി യോജിപ്പിച്ചിരുന്നു. ഇനി ഈ കുക്കായിരിക്കുന്ന നമ്മുടെ മസാലയിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ച സോയ ചങ്ക്സിൻ്റെ പീസസ് കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. ഇനിയിപ്പം ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഇതൊരു ഗ്രേവി കൺസിസ്റ്റൻസിയിലാണ് എടുക്കണതെങ്കിൽ ഒരു 1.5 കപ്പോളം വെള്ളം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ കറിയുടെ തിക്നെസ്സൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടാൻ കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഒരു കുറുകിയ ചാറോട് കൂടിയ ഒരു ഗ്രേവിയാണ് നമുക്ക് ആവശ്യമെങ്കിൽ ഒരു കപ്പ് വെള്ളം ചേർത്താൽ മതിയാവും. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. നന്നായിട്ടൊന്ന് തിളച്ചതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം മീഡിയം ഫ്ലെയിമിലോട്ടാക്കിയിട്ട് ഒരു 10-15 മിനിറ്റ് നമ്മളൊന്ന് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഇതുപോലെ കറിയൊക്കെ ചാറൊക്കെ ഒന്ന് കുറുകി എണ്ണയൊക്കെ തെളിഞ്ഞ് വരും. ഇതാണ് നമ്മുടെ കറി റെഡിയായതിൻ്റെ ഒരു പാകം. ഏതാണ്ട് ഒരു 10 മിനിറ്റോളം സമയം എടുക്കും കേട്ടോ ഇതിനായിട്ട്. അപ്പോൾ മീഡിയം ഫ്ലെയിമിലോട്ടാക്കിയിട്ട് ഒന്ന് അടച്ചിട്ട് ഇതുപോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. ഇനിയിപ്പോൾ ഒന്നും കൂടെ ഒന്ന് ഫ്ലെയർഫുള്ളാക്കാനായിട്ട് ഒരു 2 പച്ചമുളക് കീറിയതും ഒരല്പം കസൂരി മേത്തിയും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു 2 മിനിറ്റ് നമുക്ക് ഒന്നും കൂടെ ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഈ കസൂരി മേത്തിയുടെയൊക്കെ മണം ഈ കറിയിലേക്ക് ഇറങ്ങാനായിട്ടാണ് ഈ രീതിയിലൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കുന്നത്. ഇപ്പം നോക്കി നല്ല ടേസ്റ്റുള്ള റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള ഒരു സോയ ചങ്ക്സ് ഗ്രേവി ഇവിടെ തയ്യാറായിട്ടുണ്ട്. നമുക്കിഷ്ടമുള്ള എന്തിൻ്റെ കൂടെയും കൂട്ടി കഴിക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ എപ്പോഴും പറയുന്ന പോലെ തന്നെ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കണ്ട. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ബെൽ ബട്ടണിലൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യൂ. അപ്പോൾ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് ഉടനെ കിട്ടുകയും ചെയ്യും. അപ്പോൾ വീണ്ടും ഇതുപോലുള്ള നല്ല റെസിപ്പീസുമായിട്ട് വരുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ്പ് ഓൺ വാച്ചിങ് LK's നാടൻ അടുക്കള.